നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചകടായിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രകൃതി ഭംഗി ഡയറക്റ്റ്ലി കാണാൻ വേണ്ടി തന്നെ വന്നത് നമ്മുടെ കരുമാലൂർ പാടശേഖരം. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വന്നാൽ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പകർത്താൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. സത്യത്തിലൊരു നാട്ടിൻപുറത്തിൻ്റെ ഒരു സൗന്ദര്യം ഉണർത്തുന്ന ഒരു വൈബാണ്. തീർച്ചയായിട്ടും ഒത്തിരി ആൽബംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമകൾക്ക് പറ്റിയ ഏറ്റവും ടോപ്പ് ലൊക്കേഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്ഥലമാണ്. ഒരു കലങ്ങൊക്കെ ഉണ്ട് ഇവിടെ, പുതിയതായിട്ട് കലങ്ങൊക്കെ പണിതുകൊണ്ട് ഇപ്പോൾ റോഡ് പണിയാണ് കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭംഗി, അതായത് ഒരു നാട്ടിൻപുറത്തിൻ്റെ ഭംഗി ഉണർത്തി കാണിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നേരിൽ കാണിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കരുമാലൂർ പാടശേഖരം എന്ന് പറയുന്നത്. യാതൊരു മടിയില്ല. ഓ, എന്താ വൈബല്ലേ! നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ തനി നാട്ടിൻപുറം തന്നെ. നല്ല നല്ല മരങ്ങളും അതോടൊപ്പം തന്നെ പ്രകൃതി അണിയിച്ചൊരുക്കിയ പച്ചപ്പ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് നമുക്ക് വേണ്ടത്? അതും രാവിലെ തന്നെ വന്ന് കാണുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ട്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. സാധാരണ നമ്മൾ കണ്ടുവന്ന കാഴ്ചകളാണ് ഇതൊക്കെയും. പക്ഷേ നിലവിൽ ഞാൻ ഡയറക്റ്റ്ലി ആദ്യമായിട്ടാണ് ഈ പാടത്തിന് നടുവിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം, എങ്ങനെയുണ്ട് നോക്കും, കണ്ടറിയാലോ. അപ്പോൾ പാടത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുമ്പോൾ ചെറിയ കിളികളുടെ ശബ്ദം, അതോടൊപ്പം തന്നെ തവളകളുടെ ശബ്ദം. പാമ്പുണ്ടെന്ന് പേടിയുണ്ട്, പാമ്പിന് ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നാലും ഞാൻ മുൻപോട്ട് പോയി. എന്തായാലും കാണാനുള്ള കാഴ്ച നേരിട്ട് കണ്ടപ്പോൾ മനസ്സിനുണ്ടായ ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ വന്ന് രാവിലെ തന്നെ വന്ന് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെ. അപ്പോൾ ശരിക്കും ഇത് പൊന്ന് വിളയിക്കുന്ന പാടം തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ പൊന്ന് വിളയും. തീർച്ചയായിട്ടും ഒത്തിരി തൊഴിലാളികളുടെ കഷ്ടപ്പാടിനൊടുവിലാണ് ഇതേപോലെ പച്ചപ്പ് നിറയുന്നത്. ആ ഒരു തൊഴിലാളിയുടെ കൈയെത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു പച്ചപ്പൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം പൊന്ന് വിളയുന്ന പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്ന് തന്നെ വിളയുന്ന പാടമാണ്. ഞാൻ ഡയറക്റ്റ്ലി ഇവിടെ കണ്ടിട്ടുണ്ട് പൊന്ന് പിഴുതെടുക്കുന്നത്. അപ്പോൾ കണ്ടു നിന്ന കാഴ്ചക്ക് ഭംഗി കൂടുതലാണ്, മനോഹരത കൂടുതലാണ്. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം പ്രകൃതി അണിയിച്ചൊരുക്കിയ പച്ചപ്പ് ഡയറക്റ്റ്ലി കാണാൻ സാധിക്കുന്ന ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും നമുക്ക് മനസ്സിലുണർത്തുന്ന കുറേ ഓർമ്മകളുണ്ട്. ഞാനൊരു പക്ഷേ ഒത്തിരി സിനിമകൾ കണ്ടതല്ലാതെ ഡയറക്റ്റ്ലി കണ്ടിട്ടില്ല. അങ്ങനെ പാടത്തിന് നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും അതെനിക്കൊന്ന് സാധിച്ചു. എന്തായാലും നിങ്ങളും വരണം, നിങ്ങളോരോരുത്തരും വരിക, രാവിലെ തന്നെ വരിക. അതോടൊപ്പം തന്നെ ഒത്തിരി കപ്പിൾസ് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഹൃദയം കൈമാറിയ കപ്പിൾസ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു വൈബ് കിട്ടുന്നതുകൊണ്ടാണ് കുറച്ച് സെക്കൻഡുകളോളം ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇരിക്കാൻ പറ്റുന്ന, ഒരുമിച്ച് ചേർന്നിരിക്കാൻ പറ്റുന്ന സെക്കൻഡുകൾക്ക് വേണ്ടിയിട്ടാണ് അവരിവിടെ വരുന്നത്. എന്ന് പറഞ്ഞിട്ട് കപ്പിൾസ് മാത്രമല്ല കേട്ടോ, ഏത് ജനറേഷനും എല്ലാ ജനറേഷനും ഇവിടെ വരാറുണ്ട്. ആ ഓരോ ജനറേഷനും വരുമ്പോൾ അവർക്ക് കിട്ടുന്ന വൈബ്, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, പ്രകൃതി അണിയിച്ചൊരുക്കിയ ആ ഒരു കാഴ്ച കാണാൻ നിങ്ങളും പോന്നോ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ഉയർത്തി കാണിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയുണ്ട്, പുറപ്പള്ളിക്കാവ് ക്ഷേത്രം. ആ ഒരു ക്ഷേത്രം കൂടി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യവും നേരിട്ട് കാണാത്തൊരു എഫക്റ്റ് വരില്ല ഈ വീഡിയോയിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പാടം പ്ലസ് ക്ഷേത്രം, പുറപ്പള്ളിക്കാവ് ക്ഷേത്രം, അതോടൊപ്പം തന്നെ ഒരു കടവും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസ് എറണാകുളം ജില്ലയിലെ കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പറഞ്ഞൊരു കടവിനടുത്തേക്ക് ഞാൻ എന്താ ഭംഗി. തീർച്ചയായിട്ടും ഒത്തിരി ഷൂട്ടുകൾ, അതായത് ആൽബം സോങ്ങുകൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വിജയലക്ഷ്മി പാടിയിരിക്കുന്ന ഒരു സോങ്ങിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക.
ആ ഒരു ആൽബത്തിൻ്റെ ആർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭംഗി, പ്രകൃതി ഭംഗി. അപ്പോൾ വീണ്ടും പാടത്തിനടുത്തേക്ക് വന്നു. അപ്പോൾ കിളികളുടെ ശബ്ദം, ആകാശത്തിന് താഴെ പച്ച വിരിച്ച, അതായത് ആരൊക്കെയോ വിതറിയ വിത്തുകൾ മുളച്ചു വന്ന പച്ച നിറഞ്ഞൊരു ഭൂമി. എന്താ വൈബ്! സത്യത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയപ്പോൾ പച്ചപ്പിൽ നിറയെ സ്വർണം വാരി വിതറിയ പോലെ ഒരു ഫീലിംഗ്. അപ്പോൾ സ്ഥലം മറക്കണ്ട, എറണാകുളം ജില്ലയിലെ കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ പുറപ്പള്ളിക്കാവ്